തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ കോവളം സമുദ്ര ബീച്ച് പാർക്ക് തകർച്ചയുടെ വക്കിൽ. KTDCയുടെ അധീനതയിലുള്ള പാർക്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തുരുമ്പെടുക്കുന്നു. പരിപാലനത്തിന്റെ കുറവാണ് ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇരുമ്പ് തൂണുകൾ തുരുമ്പെടുത്തു. നശിച്ച കഫ്റ്റീരിയ മന്ദിരം ഏത് നിമിഷവും നിലം പൊത്തും. കുട്ടികളുടെ കളിക്കോപ്പുകൾ പലതും നശിച്ചു. ജലധാര പ്രവർത്തന സജ്ജമായി അധികമാവും മുമ്പ് നിലച്ചു. ഇങ്ങനെ അനാസ്ഥയുടെ വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരം കോവളത്തെ സമുദ്ര ബീച്ച് പാർക്ക്. അധികൃതരാരും അതിന്റെ അകത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനെ നിർമ്മിക്കാനോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നോ നോക്കുവാൻ ഇതുവരെയായിട്ട് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഈ കളിസ്ഥലമായ പാർക്ക്, അവിടുത്തെ പല ഉപകരണങ്ങളും തകരാറിലായിട്ടും അത് എന്തെന്ന് നോക്കുവാൻ അധികൃതരോ ആരാണെന്ന് ഇതിന് ചുമതലപ്പെടുത്തി ആരാണെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. ലൈറ്റുകളില്ല, ടോയ്ലറ്റുകളില്ല, പാർക്കിംഗ് സൗകര്യങ്ങളില്ല. വീക്കെൻഡുകളിൽ ട്രാഫിക് വളരെയധികം ബുദ്ധിമുട്ടാണ്. 10 വർഷം മുമ്പ് ആവിഷ്കരിച്ച പദ്ധതിയിൽ ആദ്യം പണിതീർത്ത പാർക്ക് സമാന രീതിയിൽ തകർന്നിരുന്നു. തുടർന്നാണ് പുതിയ പാർക്ക് നിർമ്മിച്ചത്. എന്നാൽ അതിനും അല്പായുസായി. പരിപാലനത്തിന്റെ കുറവാണ് തകർച്ചയ്ക്ക് പിന്നിലെന്നാണ് ആക്ഷേപം. ഏറ്റവും കൂടുതൽ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് വരേണ്ട ഭാഗമാണ് ടൂറിസം. ടൂറിസത്തിൽ കോവളത്തിന് ഉണ്ടായിരുന്ന പ്രസക്തി വളരെ താഴോട്ട് പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ബീച്ചിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ബാത്റൂം ഫെസിലിറ്റീസ് ആണെങ്കിലും ഇവിടെ വരുന്ന ഗസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബീച്ചിൽ സാധാരണഗതി നമ്മൾ കാണുന്ന ഒരു സാധനങ്ങളും കോവളത്ത് നമുക്ക് കാണാനായിട്ടില്ല. വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതിദിനം കോവളത്തെത്തുന്നത്. ആ വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടമാണ് ഇങ്ങനെ നാഥനില്ലാതെ നശിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നാണ് അധികാരികളുടെ ഉറപ്പ്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് വിഷയങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.